അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ മഹ്ലൂൽ മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനികളെ, മൈഗ്രെയിൻ തലവേദന കാരണം കഷ്ടപ്പെടുന്ന അനേകം ആളുകളുണ്ട്. പല കാരണത്താലും ഈ തലവേദന പലർക്കും ഉണ്ടായേക്കാം. ശക്തിയായ ലൈറ്റ്, അതിന്റെ തിളക്കം കാരണം, അതുപോലെ ദുർഗന്ധ വസ്തുക്കളുടെ ശ്വസിക്കൽ കാരണം, അതുപോലെ തന്നെ ശക്തിയായ ശബ്ദകോലാഹലങ്ങൾ, ഇതെല്ലാം കാരണം മൈഗ്രെയിൻ തലവേദന പലർക്കും ഉണ്ടായേക്കും. തലവേദന ഉണ്ടാകുന്ന സമയത്ത് ശക്തിയായ ദേഷ്യം ഉള്ള ആളുകളും ഉണ്ട്. പല രൂപത്തിലും പലരുടെയും സ്വഭാവങ്ങൾ തന്നെ വ്യത്യാസപ്പെടും. ഈ തലവേദന വ്യാഴാഴ്ച ദിവസം, ചൊവ്വാഴ്ച ദിവസം, അതുപോലെ ശനി ദിവസങ്ങൾ, അതുപോലെ തന്നെ രാവിലെ സമയത്ത്, ഉച്ച സമയത്ത്, വൈകുന്നേര സമയത്ത്, ഇങ്ങനെയൊക്കെ തലവേദന ഉണ്ടായേക്കും. ഈ തലവേദന കാരണം ജോലിക്ക് പോകാൻ, അതുപോലെ മറ്റ് സ്ത്രീകളാകുമ്പോൾ അടുക്കള ജോലി ചെയ്യാൻ, അങ്ങനെ തുടങ്ങി അവരവർക്ക് ചെയ്യേണ്ടുന്ന തൊഴിലുകൾ എടുക്കാൻ പോലും പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. ഇത്തരം തലവേദനകൾക്ക് വളരെ പ്രധാനപ്പെട്ട ശിഫ നൽകുന്ന, ശമനം നൽകുന്ന മഹത്തായ ഒരു എണ്ണയാണ് ബൈലസാൻ ഓയിൽ. ഈ ബൈലസാൻ ഓയിൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പായി 15-20 തുള്ളി ഒരാളുടെ വലിയ ആളുകൾ തലയിൽ ഇടുക. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇളം ചുടുവെള്ളത്തിൽ താളിയോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ ഉപയോഗിച്ചുകൊണ്ട് കഴുകുക. ഇങ്ങനെ ഏകദേശം 1 മാസത്തോളം നാം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ മൈഗ്രെയിൻ തലവേദന പൂർണ്ണമായും ശമിക്കുന്നതാണ്. എന്നാൽ പൈശാചികമായ രീതിയിൽ ഉള്ള തലവേദനയാണെങ്കിൽ അവിടെ നാം സൂറത്തുൽ ഫീൽ, അതായത് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വ അർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഈ സൂറത്ത് 11 തവണ ഓതുക. ഓതുന്ന സമയത്ത് 2 കൈയും അമർത്തിപ്പിടിച്ചു, ഇരുവശത്തും അമർത്തിപ്പിടിച്ചുകൊണ്ട് സൂറത്തുൽ ഫീല് 11 തവണ ഓതുക. അപ്പോഴേക്കും പൈശാചികമായ രീതിയിലുള്ള തലവേദനയാണെങ്കിൽ അതിന് ശമനം ലഭിക്കുന്നതാണ്. പൈശാചികമായ തലവേദനയല്ലെങ്കിൽ അതിന് ബൈലസാൻ എന്ന മഹത്തായ എണ്ണ നാം ഉപയോഗപ്പെടുത്തുക. അത് നേരത്തെ പറഞ്ഞതുപോലെ 15 തുള്ളി നാം സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് തലയിലിട്ടു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ താളിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറുപയർ പൊടി പോലത്തതൊക്കെ ഉപയോഗിച്ചു നാം കഴുകുക. 1 മാസത്തോളം ഇത് ചെയ്താൽ നമ്മുടെ തലവേദനകൾക്ക് പൂർണ്ണമായ ശിഫ നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ പൊരുത്തപ്പെടുന്ന അമലായി സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.